പത്തനംതിട്ട കരിക്കിനേത്ത് കൊലക്കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനത്തിന് എതിരെ ആലപ്പുഴ ഡിവൈഎസ്പി നൽകിയ പരാതി ഡിഐജി അജിത ബീഗം അന്വേഷിക്കും. റൌഡി ലിസ്റ്റിൽ പേരുള്ള ആളെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ ശുപാർശ ചെയ്തുവെന്ന് ആരോപിച്ചാണ് ജില്ലാ പോലീസ് മേധാവിക്കെതിരെ ആലപ്പുഴ ഡിവൈഎസ്പി പരാതി നൽകിയത്. CK അഭിലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാൽ, ഡിഎസ്പിയുടെ പരാതിയിൽ അന്വേഷണം ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഗൗരവമുള്ളൊരു പരാതിയാണ്. ആ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണത്തിന് വേണ്ടി അജിത ബീഗത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ പരാതിയുടെ ഉള്ളടക്കമായി പുറത്തു വരുന്നത്? ഒപ്പം പോലീസിൽ ഇതേക്കുറിച്ചുള്ള സംസാരം ഏതു തരത്തിലാണ്? ഈ നിയമനത്തെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്താണ്? പത്തനംതിട്ടയിലെ വസ്ത്രവ്യാപാര സ്ഥാപനമായ കരിക്കിനേത്തിൽ 2013 ക്യാഷറായിരുന്ന ബിജു എന്ന ആൾ കൊല്ലപ്പെട്ട കേസിലെ ആദ്യഘട്ട അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പി ആയിട്ടുള്ള മധുബാബു. പത്തനംതിട്ടയിൽ അദ്ദേഹം CI ആയി ചുമതല വഹിച്ചിരുന്ന കാലയളവിലായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. അതേസമയം തന്നെ കേസിന്റെ ആദ്യഘട്ട അന്വേഷണത്തിൽ പ്രതികളെ സഹായിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന പരാതികൾ ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ടത്തിൽ അന്വേഷണത്തിൽ ഇദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ബന്ധുക്കളായിട്ടുള്ള ചിലർ ആവശ്യപ്പെട്ട പ്രകാരമാണ് അഭിഭാഷകനായ പ്രശാന്ത് വി കുറുപ്പ് എന്ന ആളിനെ ഒന്നാം സ്ഥാനം, അതായത് പട്ടികയിൽ 3 പേരാണ് ഉള്ളത്, അതിൽ ഒന്നാമത്തെ ആളായി പ്രശാന്ത് വി കുറുപ്പിനെ ശുപാർശ ചെയ്തുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഈ കേസിന്റെ വിചാരണയിൽ പ്രധാനപ്പെട്ട ആളായി അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി എത്താൻ ഇടയുള്ളത് പ്രശാന്ത് വി കുറുപ്പാണ് എന്ന് മനസ്സിലാക്കുകയും ഇദ്ദേഹം പത്തനംതിട്ട പോലീസിന്റെ കേസ് ലിസ്റ്റിൽ റൌഡി പട്ടികയിലുള്ള ആളാണ്. ഇദ്ദേഹത്തിനെതിരെ 15ഓളം കേസുകളുണ്ട്. ഇങ്ങനെ ഒരാൾ ഈ സ്ഥാനത്തേക്ക് വരുന്നത് ശുഭകരമല്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡിവൈഎസ്പി പരാതിപ്പെട്ടതും. DIG അജിത ബീഗം ഈ കേസ് അന്വേഷിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം.